അസ്സലാമു അലൈക്കും. ഇന്ന് എള്ള് കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് എള്ള്. ഒരുപാട് ആരോഗ്യ ഗുണമുള്ള എള്ള് നമ്മൾ ഡെയിലി കഴിക്കുന്നത് മെനപ്പോസ് ആയവർക്കൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ 2 കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എള്ള് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഒരു പ്രാവശ്യം കഴുകി ഉണക്കി വെച്ചതാണ്. വീണ്ടും ഒന്നുകൂടെ കഴുകിയെടുക്കുകയാണ്. കാരണം ഇത് പാക്കറ്റിൽ കിട്ടുന്ന എള്ളല്ല, നമ്മളല്ലാതെ കടയിൽ നിന്ന് തൂക്കി വാങ്ങിച്ചതായതുകൊണ്ട് ഇതിനകത്ത് നിറയെ അഴുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ കഴുകിയെടുക്കുന്നത്. എള്ള് കഴുകി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അതൊന്ന് തോന്ന് കിട്ടുന്നത് വരെ നമുക്ക് നമ്മുടെ കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം നന്നായിട്ട് തോന്ന് കിട്ടിയ എള്ള് ഒരു ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. അതിൻ്റെ വെള്ളമയം എല്ലാം മാറി അതൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതീയിലിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ചട്ടി ചൂടായ ശേഷം പിന്നെ ചെറുതീയിലിട്ടാണ് ഈ എള്ള് ഇളക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഈ എള്ളൊന്ന് പൊട്ടി വരുന്നതാണ് ഇതിൻ്റെ പരുവം. അതുവരെ നമുക്ക് എള്ള് ഇളക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എള്ള് തണുക്കാൻ വെക്കാം. ഒരുവിധം തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരുവിധം നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം എള്ളിൻ്റെ വെള്ളമയമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് തണുക്കാൻ വെക്കുന്നത്. അങ്ങനെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് കിട്ടത്തില്ല, എങ്കിലും ഒരുവിധം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. എള്ളിൽ ഒരുപാട് എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് പൊടിഞ്ഞ് വരത്തില്ല. ഇത് തന്നെ ഇപ്പം എള്ള് പൊടിച്ചപ്പോൾ തന്നെ എണ്ണമയം നന്നായിട്ട് ഇതിനകത്തുണ്ട്. പൊടിച്ചെടുത്ത എള്ള് അതേ ചീനിച്ചട്ടിയിൽ തന്നെ തട്ടിയ ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിൽ കരിപ്പെട്ടിയാണ് ചേർക്കുന്നത്. ശർക്കര ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ശർക്കരയും ചേർക്കാം. അപ്പം കരിപ്പെട്ടിയാണ് നമുക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ള എള്ളും കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബോൾസാക്കി എടുത്ത ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിലോ ഭരണിയിലോ ഒക്കെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കഴുകി വറുത്തെടുത്തതാണ്. പിന്നെ ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. വെളിയിൽ വെച്ചാൽ ചിലപ്പോൾ പൂത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്നത്. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് 1-2 ബോൾസ് എടുത്ത് നമുക്ക് വെളിയിൽ വെച്ച് ഒരുവിധം തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിഭവമാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.